എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് പോലെ തന്നെ KIIDയുടെ കീഴിലുള്ള IDCയുടെ കീഴിലുള്ള ഒരു ജോബ് അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് തിരുവനന്തപുരം KIIDC ഇതിന് കീഴിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്, പരീക്ഷയൊന്നുമല്ല. ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് നമ്മൾ ജോലിയാണ്. അതായത് ഇവിടെ ട്രെയിനീസിനാണ് ജോലി, അതായത് ഇൻറ്റേൺഷിപ്പ് പോലെയാണ്. ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സെലക്ഷൻ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസാണ്. അപ്പോൾ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്, എങ്ങനെയാണ് പോസ്റ്റിൻ്റെ പേരെന്താണ്, പോസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസ് ആയിട്ടാണ് നമ്മൾ പോസ്റ്റിൻ്റെ പേര് തന്നെ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഓർ MBE അല്ലെങ്കിൽ AMIE ഇൻ സിവിലിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അതുപോലെ തന്നെ 1/1/2025 മുമ്പ് എന്താവണം, അല്ലെ അന്നോ അതിന് മുമ്പോ എന്തായിരിക്കണം, 30 വയസ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ, അത്രയാണ് ഇവിടെ ഏജ് പറയുന്നത്. ഇനി വേക്കൻസി എന്ന് പറയുന്നത്, വേക്കൻസി വേരിയസ് പ്രോജക്റ്റ് സൈറ്റ്സ് അറ്റ് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്ട്സ്. ഇത്രയും ജില്ലകളിൽ എന്താണ് ഒരുപാട് പലതരത്തിലുള്ള പ്രോജക്റ്റ് സൈറ്റുകളുണ്ട്. അപ്പോൾ അവിടെയാണ് വേക്കൻസി കിടക്കുന്നത്. ഇനി എന്താണ്, എവിടെയാണ് ഷെഡ്യൂൾ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇൻ്റർവ്യൂയുടെ ഡേറ്റ് പറയുന്നത് 24/4/2025 10:00 രാവിലെ 10:00. വെന്യൂ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓഫീസ് ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ അഡ്രസ്സ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി എൻട്രി ടൈം എന്ന് പറയുന്നത് 10:00 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, പക്ഷേ 10 മണിക്ക് അവിടെ എത്തിയിരിക്കണം. 10 മണി ടു 11 മണി. ഓക്കെ, ഇനി അപ്പോയിൻമെൻറ്റ് വിൽ ബി ഓൺ ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസ് ബേസിസ്. ഇതെന്താണ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനീസ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ വിൽ ഹാവ് നോ ക്ലെയിം വാട്ട്സോവ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഇൻ KIIDC ഓർ എനി അതർ യൂണിറ്റ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ട്രെയിനിങ് പീരീഡ്. പിന്നെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ഈസ് ഫിക്സ്ഡ് ആസ്, അതായത് ഇൻറ്റേൺ ട്രെയിനീസിന് എന്താണ് സ്റ്റൈപ്പൻഡ് ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് BTech ഹോൾഡേഴ്സിന് 15,000 രൂപയും പെർ മന്തും, അതുപോലെ തന്നെ MTech ആണെങ്കിൽ 18,000 രൂപയുമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, സ്റ്റൈപ്പൻഡ് ആയിട്ടുള്ളത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള അതൊക്കെ എന്തായിരിക്കണം, പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനൊക്കെ എന്തായിരിക്കണം, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ എന്തായിരിക്കണം, അപ്രൂവ്ഡ് ആയിരിക്കണം ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ വളരെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുന്ന ആൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.